തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനത്തിന്റെ പിന്നാലെ വിവാദങ്ങളും തലപൊക്കുകയാണ്. സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യമന്ത്രിയുടെ വിട്ടുനിൽക്കലും ചർച്ചയായി. എല്ലാത്തിനും അപ്പുറം സ്മാർട്ട് റോഡ് എന്ന ആശയം ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നതാണ് സാധാരണക്കാരുടെ ചർച്ച. സംസ്ഥാന സർക്കാർ ഏറെ അഭിമാനത്തോടെ അവതരിപ്പിച്ചതാണ് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ. എന്നാൽ മറ്റേതൊരു പദ്ധതിയും പോലെ ഈ പദ്ധതിയും വിവാദക്കുരുക്കിലാണ്. ഉദ്ഘാടന ചടങ്ങ് മുതൽ പദ്ധതിയുടെ പിതൃത്വം വരെ വിവാദത്തിലാണ്. ഈ വിവാദങ്ങളൊക്കെ സ്മാർട്ട് റോഡിൻ്റെ ശോഭ കെടുത്തുന്നുണ്ടോ? പരിശോധിക്കാം. വൈദ്യുത ജല കേബിളുകൾ ഭൂമിക്കടിയിലൂടെ, ആന്റി ഗ്ലെയർ മീഡിയനുകൾ, സൈക്കിൾ യാത്രയ്ക്കും കാൽനട യാത്രികർക്കുമായി പ്രത്യേകം പാതകൾ, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾക്ക്. പക്ഷേ ഉദ്ഘാടനത്തിന് പിന്നാലെ സജീവ ചർച്ചയായത് വിവാദങ്ങൾ മാത്രം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനത്തിന് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എത്താതിരുന്നതാണ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായത്. സ്മാർട്ട് റോഡുകളുടെ ക്രെഡിറ്റ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടിച്ചെടുത്തെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഇക്കാര്യം തദ്ദേശ വകുപ്പ് പരാതിയായി മുഖ്യമന്ത്രി അറിയിച്ചെന്നും ഇതിനാൽ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നുവെന്നുമാണ് പ്രചരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് പൂർണ്ണമായി തള്ളിയെങ്കിലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം വിവാദങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇൻക്ലൂഡായിട്ട് ചീഫ് മിനിസ്റ്റർ എന്നെ എല്ലാത്തിലും വരണമെന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ സമയം കിട്ടിയെന്നിരിക്കില്ല. അതൊരു വിവാദമായിട്ട് കാണേണ്ട കാര്യമില്ല. യാതൊരു ആവശ്യമില്ല. അത്ര ഒരു വിവാദത്തിൻ്റെ ഒരു കാര്യമില്ല. അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുകയാണ്. അതിനിടയിൽ ഇതൊരു ചെറിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അനാരോഗ്യം മൂലമാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ആര് പങ്കെടുത്തില്ലെങ്കിലും റോഡ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായാൽ പോരെ എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ചോദ്യം. പങ്കെടുത്തില്ലെന്ന് ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ പങ്കെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാവത്തില്ല. ഒരു നാടിൻ്റെ വികസനം അവരുടെ കൈകളിലൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ ഏതൊരു വികസനത്തിനും മാറി നിന്ന് അത് കാണേണ്ട കാര്യമുള്ള ആളല്ലല്ലോ, വളരെ മുന്നിൽ നിൽക്കേണ്ട ആളാണ്. അതുകൊണ്ട് അതൊരു വിവാദമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. മുഖ്യമന്ത്രി ഈ സ്റ്റേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ട മനുഷ്യനാണ്. അത് നിങ്ങളായിട്ട് വിവാദം ഉണ്ടാക്കുന്നതാണ്, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വിവാദമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്മാർട്ട് റോഡിൻ്റെ പ്രചരണ ബോർഡുകളിൽ കേന്ദ്ര സർക്കാരിനെ അപ്പാടെ ഒഴിവാക്കി എന്നുള്ളതായിരുന്നു മറ്റൊരു വിവാദം. ഉദ്ഘാടനത്തിനായി സ്ഥാപിച്ച ബോർഡിൽ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മാത്രം. പദ്ധതിക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തുല്യവിഹിതമാണ് ചെലവാക്കുന്നത്. 32.5% വീതമാണ് കേന്ദ്ര സംസ്ഥാന ഗ്രാന്റ്. 16.9% കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വിനിയോഗിക്കും. 8.8% തദ്ദേശ സ്ഥാപനത്തിന്റെ വിഹിതം. അങ്ങനെ എല്ലാവർക്കും പങ്കാളിത്തമുള്ള പദ്ധതി. വികസനത്തിന് വിലങ്ങുതടിയല്ലാത്ത വിവാദങ്ങളെ എക്കാലത്തും സ്വീകരിച്ച ചരിത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. സ്മാർട്ട് റോഡിൻ്റെ കാര്യത്തിൽ കണക്കുകൾ കഥ പറയട്ടെ, വസ്തുത ജനങ്ങൾ മനസ്സിലാക്കട്ടെ. തിരുവനന്തപുരത്തു നിന്നും മനീഷിനൊപ്പം അശ്വിൻ പാലാഴി, 24.